ഗൈസ് നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാര്യം എന്താ പാറുസേ? ഞങ്ങൾ ഇന്ന് അമ്മേന്റെ വീട്ടിൽ പോവാണ്. യെസ്, ഇന്ന് അമ്മേന്റെ അടുത്തേക്ക് പോവാണ്. അമ്മ പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു സർപ്രൈസ് ഉണ്ട്, പെട്ടെന്ന് വന്നാൽ നിങ്ങൾക്കത് കാണാം, പെട്ടെന്ന് വാ പറഞ്ഞിട്ടുണ്ട്. എത്ര ചോദിച്ചിട്ട് അമ്മ പറഞ്ഞിരുന്നില്ല. പക്ഷേ ലാലേട്ടനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഈ ലാലേട്ടൻ നമ്മളെ കൂടെ വരുന്നൊന്നുമില്ല, പക്ഷേങ്കിൽ ലാലേട്ടോട് ബൈ ബൈ പറഞ്ഞിട്ട് വേണമല്ലോ പോകാൻ. ലാലേട്ടനെ വെയിറ്റ് ചെയ്യുക. സമയം ഇപ്പം 12:30 മണിയായി. അമ്മ പറഞ്ഞിട്ടുണ്ട് 1 മണിനുള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ സർപ്രൈസ് ഉണ്ടാവില്ല എന്ന്. എന്ത് ചെയ്യും ഗൈസ്? അപ്പോൾ ഞങ്ങൾ ഭയങ്കര വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ എന്താണ് സർപ്രൈസ് എന്നൊന്നും എനിക്കറിയില്ല. അപ്പം നമ്മൾ നോക്കാം എന്താണെന്ന്. അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗൈസ്. അപ്പം ഞങ്ങൾ ഓട്ടോൻ്റെ വെയിറ്റ് ചെയ്യാണ്. എൻ്റെ വണ്ടിയിൽ പോകണ്ടെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. എനിക്ക് ചെറുതായിട്ട് കാലിൽ ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം വണ്ടി എടുക്കണ്ട, നീ ഓട്ടോയിൽ പോയാൽ മതി, ഇപ്പോൾ ഓട്ടോ വരുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ലാലേട്ടൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ലാലേട്ടനെ വെയിറ്റ് ചെയ്ത മെയിൻ റീസൺ എന്തെങ്കിലും ക്യാഷ് കൈ കിട്ടുമെങ്കിൽ വാങ്ങാൻ കൂടി വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ വന്നിട്ടില്ല. അപ്പം ഓട്ടോ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറി വീടെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ടാറ്റാ ഗൈസ്. അങ്ങനെ ഏകദേശം നമ്മൾ വട്ടോളി എത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വട്ടോളി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വട്ടോളിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ പള്ളി. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ജസ്റ്റ് ഇതിൽ കൂടെ ഞാൻ ഇങ്ങനെ ഇതിനുള്ളിൽ കൂടെ കാണിക്കുകയാണ്. ഈ പള്ളിയാണ് മെയിൻ. വട്ടോളി എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ വട്ടോളി ഏകദേശം എത്തി. ഇനി വട്ടോളിയിൽ നിന്ന് ഒത്തിരി കൂടി 1 കിലോമീറ്റർ കൂടി പോയാലാണ് എൻ്റെ വീടെത്തുക. നമ്മൾ കാണിച്ചു തരാം. നമ്മൾ എത്രയായി ഏട്ടാ? നമ്മൾ വീടെത്തിയിട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളെ വീടെത്തിയിട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ ആരെയും കാണുന്നില്ല, എല്ലാവരും TV കാണുന്ന പരിപാടിയാണ് തോന്നുന്നത് ഗൈസ്. നമുക്ക് നോക്കാം. യെസ്, ഹലോ, ഹായ് ഹായ്. ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരവിടെ പോയി. യെസ്, അനിയത്തി നല്ല ഉറക്കാണ് ഗൈസ്. ഇവിടെ ആരുമില്ല. സർപ്രൈസ് തേങ്ങ ചക്ക മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈശ്വര, ഇതാണോ ഇപ്പം സർപ്രൈസ്? മത്തി വറുത്തതാണോ ഇപ്പം സർപ്രൈസ് എന്നൊക്കെ പറയുന്നത്? ഈ പായസം ഇതൊക്കെയാണ് സർപ്രൈസ്. ഹലോ ഗൈസ്. അപ്പം ഞാൻ ഇവിടെ എത്തി ഭയങ്കര സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ സർപ്രൈസ് അറിയേണ്ടിയിട്ട് ഇങ്ങോട്ട് വാ. അപ്പോൾ ഞാൻ സർപ്രൈസ് എന്താ വേഗം താ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇതാ ഈ മിസ്സിസ് രാമോട്ടി പറയാണ് എന്നോട്, ഇവിടെ വെള്ളമില്ല, കറണ്ട് ഇല്ല, 2 days ആയി. മീൻസ് കറണ്ടില്ല, ഇൻവെർട്ടറും ഇല്ല, കറണ്ടും ഇല്ല, എന്തോ കംപ്ലൈൻ്റ് ആണ്, റെഡിയാക്കാൻ വരുന്നില്ല, വെള്ളമില്ല. ഇതാണ് മെയിൻ റീസൺ. ഇതായിരുന്നു ഇവിടുത്തെ സർപ്രൈസ്. എന്നിട്ട് 1 മണിക്ക് വാന്ന് പറഞ്ഞത് ധൃതി പിടിച്ചത്. സന്തോഷമായില്ലേ ഗൈസ്? ഞാൻ വളരെ സന്തോഷത്തിലാണ്. ബീനാമിസിനോടും ബാലിനോടൊക്കെ പറഞ്ഞ് എന്തോ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ബീനാമിസിനോട് പറഞ്ഞു വേഗം പോയിക്കോ. നോക്കുമ്പോൾ മത്തി വറുത്തതും പായസം ഒന്നും അല്ല ഗൈസ്, ഇവിടെ വെള്ളമല്ല, അതായിരുന്നു റീസൺ. ചേച്ചിക്ക് ഒരു സർപ്രൈസ് തന്നാലോ? എന്താണ് സമയം? എത്രയായി? സമയം 1:20. യെസ്, നല്ല അവിയലുണ്ട്, നല്ല സാമ്പാറുണ്ട്, നല്ല പച്ചടിയുണ്ട്, പുളിയിഞ്ചിയുണ്ട്, പിന്നെ പപ്പടമുണ്ട്, വേണമെങ്കിൽ ഇതാ പഴവുമുണ്ട്. അപ്പൊ ശരിക്കും കൊച്ചു കള്ളി ഇവിടെ കണ്ട. ഞാൻ വെച്ച് മത്തി വറുത്ത പായസം ഞാൻ കണ്ട്. അത് ഞാൻ വന്നമാണ് അത് കണ്ട്. പായസവുമുണ്ട്, മൈ ഫേവറേറ്റ് മത്തി വറുത്തത്. കൊച്ചു കള്ളി ഇന്ന് സദ്യ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചതാ. ഇലയൊക്കെ കഴുകുന്നു മമ്മി. ഇതെന്റെ നാത്തൂനാണ്. നാത്തൂനെ ഒരു ഹായ് പറ. ഓക്കെ. ചെറിയ രീതിയിലുള്ളൊരു സദ്യയാണ്, വലിയ സദ്യ ഒന്നല്ല. നല്ല സാമ്പാർ, നല്ല അവിയല്, പച്ചടി, പുളിയിഞ്ചി, മത്തി വറുത്തതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ പപ്പടം എനിക്ക് 2 or 3 കിട്ടിയ ഉപകാരമാണ്. അപ്പോൾ 2 എനിക്ക് എൻ്റെ മമ്മി തന്നത്. പിന്നെ നല്ല അരിപ്പായസം, വെള്ളം, ഇതൊക്കെ കഴിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം ആഘോഷിക്കുകയാണ്. ഇതായിരുന്നു അമ്മേൻ്റെ സർപ്രൈസ് ഗൈസ്. അപ്പം നമ്മളെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ.